മനുഷ്യൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിൽ അവരുടെ ധാരണകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഓരോ വ്യക്തികളും ഈ ലോകത്തെ മനസ്സിലാക്കുന്നതും ജീവിത പ്രശ്നങ്ങളെ സമീപിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടായത്? നമുക്ക് കാണാനുള്ള കഴിവും കേൾക്കാനുള്ളതും രുചിച്ചറിയാനുള്ളതും സ്പർശിച്ചറിയാനുള്ളതും മണത്തറിയുവാനുള്ള കഴിവുകൾ ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾ എന്താകും? ഒരു സെക്കൻഡ് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ ലോകത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ സെൻസുകൾ, ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലേ? ഇവയുടെ എല്ലാം സഹായത്തോടെയാണ് നമ്മൾ ഈ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നത്. ഇവയില്ലെങ്കിൽ ഈ ലോകത്തെ അറിയാൻ സാധിക്കില്ല. നമ്മൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ വിവരങ്ങൾ തിരഞ്ഞെടുത്തു തിരിച്ചറിഞ്ഞു നമ്മുടെ അനുഭവങ്ങൾ, വിശ്വാസങ്ങൾ, പ്രചോദനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഓരോ വ്യക്തികളുടെയും ധാരണ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ വ്യക്തികളും മനസ്സിലാക്കിയ പഠിച്ചെടുത്ത ഒരു ലോകമുണ്ട്. അതിനാൽ നമ്മൾ കാണുന്നതോ അനുഭവപ്പെടുന്നതോ അത് യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ പറയുന്നതല്ല, മറിച്ച് പറഞ്ഞതായി നാം നമ്മുടെ അനുഭവത്തിലൂടെയുള്ള കാഴ്ചപ്പാടുകളിലൂടെയോ ധാരണയിലൂടെയോ മനസ്സിലാക്കുന്നവയാണ്. ഉദാഹരണത്തിന്, നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ അത് ഏറ്റവും മികച്ചതാണ് എന്നതുകൊണ്ടാവണമെന്നില്ല, അത് മികച്ചതായി നാം കണക്കാക്കുന്നതിലാണ്. അതിനാൽ ഒരു വ്യക്തിക്ക് സംതൃപ്തി നൽകുന്ന ഒരു ജോലി ആ വ്യക്തി കണ്ടെത്തുമ്പോൾ മറ്റൊരാൾ അതിൽ തൃപ്തനാകാത്തത് ഇത്തരം ധാരണ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഓരോ മനുഷ്യൻ്റെയും ധാരണകൾ അവരുടെ ആവശ്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു.